എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുണ്ട്. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1-2 മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ വിശേഷം ചാനലിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തിൽ നമ്മൾ കാണുന്നേ ചന്ദ്രമതിക്ക് വർഷയോട് ഒരു പ്രത്യേക സ്നേഹമാണ്. കാരണം മറ്റൊന്നുമല്ല, 19 പവനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ സ്നേഹം പിന്നെ കൂടാതിരിക്കുവോ? അതുകൊണ്ട് ശ്രുതിനെ ഒന്ന് ഇച്ചിരി അങ്ങോട്ട് ചവിട്ടി താഴ്ത്തുവാണ്. ശ്രുതിക്ക് മനസ്സിലായി തന്റെ അമ്മായിമ്മ തനിക്കിട്ട് പണി തരാൻ തുടങ്ങിയിട്ടുള്ള കാര്യം. കാരണം വർഷയ്ക്ക് വേണ്ടിയിട്ട് ഓരോ ജോലികളൊക്കെ ശ്രുതിയെ കൊണ്ട് ചെയ്യിക്കുവാണ്. ഇത് കണ്ടിട്ട് ശ്രുതിക്ക് മനസ്സിലായി, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തന്റെ കാര്യം ഇവിടുത്തെ അവതാളത്തിലാവും. ഇത്രയും ദിവസം തന്നെ വലിയ പൊക്കി പിടിച്ചോണ്ടിരുന്ന, പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ താഴേക്കിട്ടെ. 50 പവന്റെ ഒരു പവറാ. സച്ചിക്ക് ഇത് മനസ്സിലാവുകയും ചെയ്തു. സച്ചി അതിന്റെ പേരിൽ കളിയാക്കുകയും ചെയ്തു ശ്രുതിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് ശ്രുതി ആകെപ്പാടെ വിഷമിച്ച് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് വർഷയ്ക്ക് ജ്യൂസ് എടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശ്രുതിയുടെ കയ്യിലാണ് വർഷയ്ക്കുള്ള ജ്യൂസ് യന്ത്രമതി കൊടുത്തു വിടുന്നത്. ശ്രുതി ജ്യൂസുമായിട്ട് വർഷയുടെ മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ്. അങ്ങനെ ചെന്ന് വർഷയ്ക്ക് ജ്യൂസ് കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ വർഷ ജ്യൂസ് എന്ന് പറയാണ്. അല്ല, ഇതെന്താ ശ്രുതി? അത് പിന്നെ അമ്മ എന്റെ തന്നു വിട്ടാന്ന് പറയണം. ഓ അങ്ങനെ. അല്ല, പക്ഷെ എന്തെങ്കിലും തിരക്കിലാണോ എന്ന് ചോദിക്കണേ. ഒന്നുമില്ല, ഞാനിവിടെ വെറുതെ ഇരിക്കുവായിരുന്നു പറയാം. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോ ശ്രുതിക്ക് നല്ല ദേഷ്യം വന്നു. വർഷേനെ കയറ്റി മുറിയിലെടുത്തിട്ട് തന്നെ കൊണ്ട് ജ്യൂസ് എടുത്ത് കൊടുപ്പിച്ചിരിക്കുന്നു. തന്റെ അമ്മായിമ്മ ഇത്രയും ദിവസം അവർക്ക് എന്തൊക്കെ ഒരുപ്പിയിലായിരുന്നു തന്നോട്. ഒറ്റ ദിവസം കൊണ്ട് അതെല്ലാം മാറിയിരിക്കുന്നു എന്നൊക്കെ ഓർത്ത് ദേഷ്യപ്പെട്ട് മുറിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി പോരുവാണ്. ഈ സമയത്ത് ജ്യൂസ് കുടിക്കുകയാണ് വർഷ. ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം കയ്യിലേക്ക് നോക്കി. കൈവിരല് നഖമൊക്കെ വെട്ടാറായിട്ടുണ്ട്. നഖം വെട്ടണമല്ലോ, നെയിൽ കട്ടർ എവിടെയാന്ന് അറിയത്തില്ല. ആന്റിയോട് ചോദിച്ചു നോക്കാം എന്ന് കരുതി നേരെ ചന്ദ്രമതിയുടെ അടുത്തേക്ക് വരുവാണ്. ചന്ദ്രമതിയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അല്ലമ്മേ നെയിൽ കട്ടർ എനിക്കും തരുമോന്ന് ചോദിക്കാം. എന്തിനാ മോളെ ഇപ്പൊ നെയിൽ കട്ടർ? അത് പിന്നെ എന്റെ നഖമൊക്കെ വെട്ടാറായി, നല്ലാതിരിക്കുക, ഒന്നും വെട്ടാനാന്ന് പറയണം. ഓ അതാണ് കാര്യം. എന്റെ മോളെ, നീ എന്തിനാ ഈ നഖം വെട്ടാനൊക്കെ മെനക്കിടുന്നേ? പിന്നെയോമേ, അതിനല്ലേ ഇവിടെ ബ്യൂട്ടീഷ്യൻ ഉള്ളേ. നമ്മുടെ ശ്രുതി ബ്യൂട്ടീഷ്യൻ അല്ലേ, സ്വന്തമായിട്ട് ബ്യൂട്ടി പാർലർ നടത്തുമല്ലേ. അവളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഇതൊക്കെ ചെയ്തു തരില്ലെന്ന് ചോദിക്കുക. എന്നാലും അതെങ്ങനെ മോശമല്ലെന്ന് ചോദിക്കുക. മോശമോ? ഒരു മോശക്കേടില്ല. കാരണം അവളുടെ ജോലി ഇത് തന്നെയല്ലേ. അവൾ ഈ കയ്യും കാലും ഒക്കെ വൃത്തിയാക്കുന്ന പണി ചെയ്യുന്നുണ്ട്. അതിനെന്തോ ഒരു പേര് പറയല്ലോ, പെഡിക്യൂറും മാനിക്കൂറും. അത് തന്നെ. അതങ്ങ് ചെയ്യിച്ചാ പോരെ, നീ പിന്നെ വിഷമിക്കേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കുക. അവസാനം ചന്ദ്രമതി അവിടെ കിടന്ന് ശ്രുതിനെ വിളിക്കുക. ആ സമയം ശ്രുതി തല പെരുത്ത് മുറിയിലേക്ക് വന്നിരിക്കുക. ഈ തള്ളേനെ കൊണ്ട് ഒരു പൊറുതിയില്ലല്ലോ. വീണ്ടും തന്നെ വിളിക്കുന്നുണ്ട്. എന്തിനാണ് പോലും എന്നോർത്തോണ്ട് അങ്ങോട്ടേക്ക് വരിക. തന്നെ ഒരിടത്ത് സ്വസ്ഥതയോടെ സമാധാനത്തോടെ ഇരിക്കാൻ സമ്മതിക്കില്ലാന്ന് തോന്നേ. എന്ത് ചെയ്യാനെന്ന പറ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിയോട് ചന്ദ്രമതി പറഞ്ഞു, അതെ വർഷമോൾക്ക് ശ്രുതി ആ പെഡിക്യൂറും മാനിക്കൂറും ഒന്ന് ചെയ്തു കൊടുക്കാൻ പറയണേ. പെഡിക്യൂറും മാനിക്കൂറുവാ? അതേപോലെ നീ ബ്യൂട്ടി പാർലറിൽ ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ. അവളുടെ കൈയുടെ കാലിന്റെ ഒക്കെ നഖം വല്ലാതെ വളർന്നെന്നൊക്കെ പറയണു. ഒന്ന് വെട്ടിക്കൊടുക്കാൻ പറയണേ കാൽനഖമൊക്കെ. ഇത് കേട്ടത് വർഷ പറഞ്ഞു, അല്ല അത് പിന്നെ ആന്റി മോള് വിഷമിക്കൊന്നും വേണ്ട, അതൊക്കെ അവള് ചെയ്തു തന്നോളും. പെട്ടെന്ന് വർഷ വെച്ചു, അല്ല ബ്യൂട്ടി പാർലർ ഇതൊക്കെ ചെയ്യുന്നതിന് എത്ര രൂപയാന്ന് ചോദിക്കാം. ചന്ദ്രമതി കയറി പറഞ്ഞു, പൈസ കൊടുക്കാനോ? അതെ, ശ്രുതി നിന്റെ ഏട്ടത്തിയല്ലേ, അപ്പൊ നീ പൈസ കൊടുക്കേണ്ട കാര്യമുണ്ടോ? സ്വന്തം വീട്ടിലൊരു ജോലി ചെയ്യുന്നതിന് പൈസ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നീ അവിടെ ഇരിക്കുമ്പോളെ ഇപ്പൊ തന്നെ അവളതെല്ലാം ചെയ്തു തരും എന്ന് പറയണം. ശ്രുതി പറഞ്ഞു, ഞാൻ ചെയ്തു തരാൻ വർഷയെന്ന് പറയണം. അങ്ങനെ എന്ത് ചെയ്യാണ്? അവസാനം ശ്രുതി വർഷയ്ക്ക് കാലിന്റെ കൈയുടെയൊക്കെ നഖം വെട്ടി കൊടുക്കുകയാണ്. ആദ്യം കാലിന്റെ നഖമൊക്കെ വെട്ടി കാലൊക്കെ നല്ല ക്ലീൻ ആക്കി കൊടുക്കുകയാണ്. ഈ സമയം ചന്ദ്രമതി ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ശ്രുതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ ഇട്ടെറിഞ്ഞിട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്ത് വിചാരിക്കും തന്റെ അമ്മായിമ്മ? പിന്നെ അത് മതി. അതുകൊണ്ട് ഒരു കാരണവശാലും പോകാൻ പാടില്ല. അങ്ങനെ അവിടെ ഇരുന്ന് അത് ചെയ്തു കൊടുത്തപ്പോ വർഷ പറഞ്ഞു, അതെ എന്റെ കൈ നഖവും കൂടെ വെട്ടണമെന്ന് പറയണം. അവസാനം കൈയുടെ നഖവും വെട്ടി എല്ലാം ക്ലീൻ ആക്കി കൊടുക്കുകയാണ്. വർഷം നോക്കിയിട്ട് ഒരു സൂപ്പർ ആയിട്ടുണ്ട്. ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്താൽ പോലും ഇത്ര ക്ലിയർ ആയിട്ട് ചെയ്യത്തില്ലെന്ന് പറയണം. അപ്പോഴേക്കും രേവതി വന്നു. രേവതിനെ കണ്ടതും വർഷ പറഞ്ഞു, അതെ രേവതിക്ക് ചെയ്യണോ? കൈയും കാലും ഒക്കെ പെഡിക്യൂറും മാനിക്യൂറും ഒക്കെ ചെയ്യണമെന്ന് ചോദിക്കുക. അതെന്താ? അല്ല ഈ നഖമൊക്കെ വെട്ടി കൈയിന്റെയും കാലിന്റെയും ഒക്കെ നഖമൊക്കെ വൃത്തിയാക്കുന്നേ. അയ്യോ എനിക്ക് വേണ്ട, ഏതൊക്കെ ഞാൻ ഈ കൈ നഖമൊക്കെ ഞാനൊന്ന് കടിച്ചു കളയോ ചെയ്യുന്നുള്ളെന്ന് പറയാം. ഇത് കേട്ട ചന്ദ്രമതി പറഞ്ഞു, ബെസ്റ്റ് ആളോടാ ചോദിച്ചേ, അവളോട്. അവള് കണ്ടില്ലേ പറഞ്ഞേ, നഖം വെട്ടു പോലില്ല, കടിച്ചു കളയോ ഉള്ളെന്ന്. ഇത് കേട്ടപ്പം വർഷ പറഞ്ഞു, അത് ചിലപ്പം സമയമില്ലാത്തോണ്ടായിരിക്കും എന്ന് പറയാം. പിന്നെ ഒരു സമയമില്ലാത്തോള് വന്നിരിക്കുന്നു. വർഷ രേവതി ന്യായീകരിക്കുന്ന അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ചന്ദ്രമതിക്ക്. ചന്ദ്രമതിക്ക് കട്ട കലിപ്പായിരുന്നു. പിന്നീട്
പെഡിക്യൂറും മാനിക്യൂറും ഒക്കെ കഴിഞ്ഞ് ശ്രുതി മുറിയിലേക്ക് ചെല്ലുവാണ്. ശ്രുതി കുറെ സമയം ആലോചിച്ചു. ഇതിങ്ങനെ വെട്ടിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് ഉടനെ എന്തെങ്കിലും ചെയ്യണം. ഇവിടെ ഇരുന്നാൽ തനിക്ക് തലയ്ക്ക് ഭ്രാന്ത് കയറും. പോവാൻ നിർത്തിട്ട് നേരെ ശ്രുതി ചെല്ലുന്ന മീരയുടെ അടുത്തേക്കാണ്. മീര അടുത്ത് നിന്നപ്പോഴത്തേന് മീര ചോദിച്ചു, അല്ല എന്താ നിന്റെ മുഖം എന്താ വല്ലായിരിക്കണം നിൽക്കും? ഒന്നുമില്ലാന്ന് പറയണം. പിന്നീട് ബാങ്കിനകത്തുനിന്ന് ഒരു 3500 രൂപ എടുത്ത് കൊടുക്കുകയാണ്. അതെ, ഇത് അമ്മയ്ക്ക് നീ ഇട്ട് കൊടുക്കണമെന്ന് പറയണം. അല്ല, എല്ലാ മാസം നിന്റെ ഇങ്ങനെ പണം എടുക്കാൻ ഉണ്ടോ ശ്രുതിന്ന് ചോദിക്കുക. എന്ത് ചെയ്യാനാ, കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയാം. അല്ല, അവന് കൊടുക്കണ്ടേ ആ നവീന് പണം? അവനും എല്ലാ മാസവും കൊടുക്കുന്നുണ്ട്. അവന്റെ കാര്യത്തില് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ അവൻ മിക്കവാറും എന്നെ കൊന്നു തിന്നുന്നാ തോന്നിയെന്ന് പറയാ. ഇനിയിപ്പൊ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ, അവനുള്ള പണം കൊടുത്തേ മതിയാവുള്ളൂ. കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, അവനെ അങ്ങ് തട്ടിക്കളഞ്ഞാലോ, അതാണ് പിന്നെ ഇത്ര ബുദ്ധിമുട്ടില്ലോ എന്ന് പറയണം. കാര്യം പറയുമ്പോൾ എളുപ്പം മീരെ, പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങനെ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വസ്ഥയുടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമോ? അതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ആ തെമ്മാടിനെ ഞാൻ കൊന്നു കളഞ്ഞാലെന്നൊക്കെ പറയാ. പിന്നീട് പറഞ്ഞു, നീ ഇരിക്കും, ഞാൻ ചായ എടുക്കാന്ന് പറയണം. ചായ ഒന്നും വേണ്ട. അതെന്താ, ഒരു മൂടില്ല എന്ന് പറയണം. ഇപ്പൊ എന്താ കാര്യം എന്താ? ഇതേ ഇപ്പൊ പ്രധാന പ്രശ്നം ആയിരുന്നറിയാ, ആ വർഷയാന്ന് പറയണം. ഇപ്പൊ വർഷമായോ? ഇത്രയും കാലം രേവതി ആയിരുന്നല്ലോ. രേവതിനെ കൊണ്ട് പിന്നെ സമാധാനം ഉണ്ടായിരുന്നു. രേവതി പിന്നെ പണമില്ലാത്ത വീട്ടിൽ നിന്നല്ലായിരുന്നോ? പക്ഷെ വർഷ എങ്ങനെയല്ല. വർഷയുടെ വീട്ടിൽ പൂത്ത പണമാന്ന് പറയാണ്. പൂത്ത പണം? അതെ, എന്ത് ചെയ്യാനെന്ന് പറ. കഴിഞ്ഞ ദിവസം ഒരു 10-50 പവൻ കൊണ്ടുവന്ന് കൊടുത്തു. മോൾക്ക് വേണ്ടിയിട്ട് അമ്മ കൊണ്ടേ കൊടുത്താ. ഇത് കണ്ടു കഴിഞ്ഞപ്പോ എന്റെ അമ്മായിമ്മയുടെ കാര്യം പിന്നെ പറയണോ? അമ്മായിമ്മയുടെ കണ്ണു മിഴിഞ്ഞു. ഇപ്പൊ വർഷേനെ തലയിലെടുത്ത് വെച്ചാണോ നടക്കണേ? ഇപ്പൊ അവൾക്കുള്ള പണിയും കൂടെ ഞാൻ ചെയ്തു കൊടുക്കണം. ആഹാ, അത് കൊള്ളാലോ. ഇത്രയും നാൾ അങ്ങനെ ആയിരുന്നില്ല. രേവതി എനിക്ക് വേണ്ടി ജോലികളൊക്കെ ചെയ്തു തരുന്നു. ഇപ്പൊ ഞാൻ വർഷയ്ക്ക് വേണ്ടി ജോലികളൊക്കെ ചെയ്ത് കൊടുക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കണേന്ന് പറയണം. അത് കേട്ടതും മീര അവിടുന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയണേ. എന്ത്? അല്ല, ഇത് ഇത്ര നാളെ നീ അവിടെ അങ്ങനെ സൂചിച്ചു കഴിഞ്ഞല്ലേ, ഇപ്പൊ നിനക്കിട്ടും പണി കിട്ടാൻ തുടങ്ങിയില്ലേ? ദേ, നിനക്കെല്ലാം തമാശ, അനുഭവിക്കുന്ന എനിക്കോ വിഷമം അറിയത്തുള്ളൂ എന്ന് പറയാണ്. അല്ല, അവര് നോക്കുമ്പോ ശരിയല്ലേ, നീ എന്ന് പറഞ്ഞാൽ വെറും മ്യൂച്വൽ ഫണ്ടാ. പക്ഷേങ്കില് വർഷയുണ്ടല്ലോ, അവളൊരു ഗോൾഡ് ജ്വല്ലറിയാ. എപ്പോഴേത് സമയത്ത് വേണം പണം കിട്ടുന്നൊരു ജ്വല്ലറിയാ. അതുകൊണ്ടാണ് അതിനല്ലേ പ്രാധാന്യം കൂടുതൽ കൊടുക്കണ്ടേ. ഇപ്പൊ നിന്നെ പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമില്ല. എപ്പോഴേലും കിട്ടിയാ കിട്ടി, അങ്ങനെ പറയാനല്ലേ പറ്റുള്ളൂ. പറച്ചില് മാത്രമല്ലേ നിനക്ക് പണമുള്ളൂ, അല്ല നീ ഇതിലായിട്ടൊന്നും കൊടുത്തിട്ടില്ലോ. പക്ഷെ വർഷയുടെ വീട്ടിൽ നിന്ന് അങ്ങനെയല്ല, ഇഷ്ടം പോലെ പണമായിട്ട് സ്വർണമായിട്ട് കൊടുക്കുന്നുണ്ട്. അത് അവർക്ക് അറിയാവുന്നതുകൊണ്ടാ വർഷേനെ കൂടെ പിടിച്ചിരിക്കുന്നതെന്ന് പറയാം. എന്നാലും എനിക്ക് ഇതിനൊരു പരിഹാരം കാണണമെന്ന് പറയണം. എന്ത് പരിഹാരം കാണാനാ? ഉള്ള രഹസ്യങ്ങളൊക്കെ തുറന്നങ്ങ് ആദ്യമേ പറഞ്ഞേക്കുമായിരുന്നെങ്കിൽ ഇങ്ങനെ വെപ്രാളപ്പെട്ട് ഓടി നടക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. നീ ശബ്ദത്തെ കുത്താൻ നോക്കുവാണോ? അല്ല, ഞാൻ ഉള്ള കാര്യം പറഞ്ഞ ശ്രുതി, നീ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു? എന്തിനേറെ പറയുന്നു, നിന്റെ ഭർത്താവിനോടെങ്കിലും സത്യം തുറന്നു പറയായിരുന്നു. അങ്ങനെയാണ് വലിയ കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ എന്തൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കണേ? ഇനിയിപ്പൊ നീ നാണം കിടില്ലെന്ന് ചോദിക്കോ? ഒന്നും ഇല്ലാത്ത വീട്ടിൽ നിന്നാന്ന് അറിഞ്ഞു കഴിഞ്ഞാല്? അതെ, ആരറിയുന്നു? അതെ, ഞാനൊരു പദ്ധതി കണ്ടിട്ടുണ്ടെന്ന് ശ്രുതി പറയാണ്. എന്ത് പദ്ധതി? എന്റെ അമ്മായിമ്മയ്ക്ക് മാസം കുറച്ച് പൈസ കൊടുക്കാം, പോക്കറ്റ് മണി ആയിട്ട്. പൈസ കൊടുക്കാനോ? അതെ. എത്ര രൂപ? 5000 രൂപ വെച്ച. 5000 രൂപ വെച്ച? ദൈവമേ, ഇത് നീ എന്തൊക്കെയാടി പറയണേ? പൈസ കൊടുത്ത ഒരാളെ എപ്പോഴും നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റുമെന്ന് ചോദിക്കാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ അമ്മായിമ്മയ്ക്ക് പണമാണ് വലുത്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ അത് 50 പവൻ സ്വർണം കൊണ്ടേ കൊടുത്തു. അതിപ്പോ വർഷക്കല്ലേ ഉപകരിക്കുള്ളൂ. എന്റെ അമ്മായിമ്മയ്ക്ക് അതിനകത്തുനിന്ന് ഒരു തരി പൊന്നു പോലും എടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഞാൻ ചെയ്യാൻ പോകുന്ന അതല്ല. എന്റെ അമ്മായിമ്മയ്ക്ക് ഒരു മാസം ഒരു 5000 രൂപ കൊടുക്കാൻ പോവാ. അങ്ങനെ കൊടുത്താല് അമ്മായിമ്മയ്ക്ക് എന്നോട് ഭയങ്കര താല്പര്യം. അത് ശരിയാ. പിന്നെ എല്ലാ മാസം അമ്മായിമ്മ അത് പ്രതീക്ഷിച്ചിരിക്കും. ഇപ്പൊ ഞാൻ പണം കൊടുക്കുന്നുണ്ടെങ്കിലും അത് വീട്ടു ചെലവിന് മാത്രമല്ലേ കൊടുക്കുന്നേ. അതല്ലാതെ പണം കൊടുക്കണം സ്വന്തം കാര്യത്തിന്. അമ്മായിമ്മ വീട്ടിൽ ഇരിക്കുന്നോണ്ട് സ്വന്തം കാര്യത്തിനൊന്നും പണമില്ലല്ലോ. അപ്പൊ സ്വന്തം കാര്യത്തിന് എന്തെങ്കിലും ആവശ്യം എടുത്തോ എന്നും പറഞ്ഞുകൊണ്ട് കൊടുക്കുവാണ്. എങ്ങനെയുണ്ട്? നല്ല കാര്യമല്ലേ നിൽക്കും. അത് ശരിയാ. അപ്പൊ നിന്നോടുള്ള ഇഷ്ടം കൂടത്തുള്ളല്ലേ. അതാ പറഞ്ഞ ബുദ്ധി വേണമെന്ന് പറഞ്ഞ്. പക്ഷെ ഒരു കാര്യമുണ്ട്, എല്ലാ മാസം നിന്നെ കൊണ്ട് ഈ 5000 രൂപ കൊടുക്കാൻ പറ്റുമോ? ഇപ്പൊ നിനക്ക് ബ്യൂട്ടി പാർലർ സ്വന്തമായിട്ടില്ല. നീ തന്നെ ഒരാളുടെ സ്റ്റാഫായിട്ട് ജോലി ചെയ്യുക. പിന്നെ വീടാന്തരം കയറി ഇറങ്ങിയിട്ട് മസാജും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നീ എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയാലാ? പിന്നെ നിനക്ക് 5000 രൂപ വെച്ച് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിക്കാം. 5000 ആദ്യം കൊടുക്കും, പിന്നെ അത് 4000 ആകും, 3000 ആകും, 2000 അങ്ങനെയൊക്കെ കൊടുത്തോണ്ടിരിക്കും. അപ്പൊ പിന്നെ കുഴപ്പമില്ലെന്ന് പറയാം. അത് ശരിയാ, നിന്റെ ബുദ്ധിയാ സമ്മതിച്ചു തന്നിരിക്കുന്നു പറയണം. പിന്നീട് 5000 രൂപയുടെ കുറച്ച് നോട്ട് എടുത്തിട്ട് മീരയുടെ കൊടുത്തിട്ട്, നീ ഒരു കാര്യം ചെയ്യുക, ഇത് കുറച്ച് 50ന്റെ നോട്ടായിക്കൊണ്ട് വരാൻ പറയണം. 50ന്റെ നോട്ടോ? അതെ. അതെന്തിനാ? പണം കാണുമ്പോൾ തോന്നണല്ലോ എന്റെ അമ്മായിമ്മയ്ക്ക് ഇത് കുറെ പണം ഉണ്ടെന്ന്. 50ന്റെ നോട്ടാകുമ്പോൾ കുഴപ്പമില്ല, കുറെ കെട്ടായിട്ട് അങ്ങോട്ട് ഇരിക്കുകയും ചെയ്യും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു പറയണം. അങ്ങനെ പണം എല്ലാം കൊണ്ടുപോയി
അവളുടെ ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ് മീര. പിന്നീട് ശ്രുതി വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്ന് ആന്റി എന്ന് പറഞ്ഞാൽ വിളിച്ചോണ്ട് കയറി വരുന്നത്. ആ സമയത്ത് ചന്ദ്രമതി എന്നിട്ട് ചോദിച്ചു, അല്ല എന്താ ഇന്ന് മോളുടെ നേരത്തെ തീർന്നു എന്ന് ചോദിക്കുകയാണ്. നേരത്തെ തീർന്നു, അതുകൊണ്ട് നേരത്തെ പോന്ന് പറയണം. അല്ല എന്നെ വിളിച്ച എന്താന്ന് ചോദിക്കണം. അത് പിന്നെ ആന്റി, ഞാൻ ആന്റിക്ക് കുറച്ച് പൈസ തരാൻ വേണ്ടി വിളിച്ചാന്ന് പറയണം. പൈസ തരാനോട്ടോ. പിന്നീട് കയ്യിൽ നിന്ന് ആ കവർ അങ്ങോട്ട് കാണിക്കണം. ഇതെന്താ മോളെ ഇത് മൊത്തം പൈസയാണെന്ന് ചോദിക്കുക. അതെ, ആന്റിക്കുള്ള 5000 രൂപയുണ്ടെന്ന് പറയണം. ചന്ദ്രമതിയുടെ കണ്ണ് തള്ളി. ചന്ദ്രമതി പറഞ്ഞു, അല്ല നീ വീട്ടിലേക്കുള്ള പണം തന്നാണല്ലോ ഈ മാസത്തെ, പിന്നെ എന്തിനാ ഇപ്പൊ ഇതെന്ന് ചോദിക്കാം. അത് പിന്നെ ആന്റിയുടെ കയ്യിലിരിക്കട്ടെ. എനിക്കോ? ആന്റിക്ക് ആവശ്യങ്ങളൊക്കെ കാണത്തില്ലേ? ആന്റി ഒരു ജോലിക്കും കാര്യമൊക്കെ ഒന്നും പോകുന്നില്ലോ. അപ്പൊ ആന്റിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പണമൊക്കെ തന്നേക്കുന്നതെന്ന് പറയണം. എന്നാലും മോളെ ഇത്രയും പണമൊക്കെ ആന്റി ധൈര്യമായിട്ടിരിക്കുക. ഇനി എല്ലാ മാസവും ആന്റിക്ക് ഇതുപോലെ ഒരു എമൗണ്ട് ഞാൻ തരുമെന്ന് പറയണം. അപ്പോഴേക്കാണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. ഇത് അവിടെ നിന്ന് രേവതി കേട്ടു. രേവതി പൂജാമുറി വിളക്കൊക്കെ തുടച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. രേവതിയും കേട്ടു. ഈ പൈസയെ കൊണ്ട് കൊടുത്തിട്ട് നമ്മൾ പറയുന്ന ശ്രുതി ചന്ദ്രമതിയോട് പറയുന്ന കാര്യം. പുറത്ത് നിന്ന് ശ്രുതിയുടെ കണ്ണു തള്ളിപ്പോയി. 5000 രൂപ കൊണ്ട് കൊടുക്കാനോ? ദൈവമേ, ഇവിടെ എന്ത് ഭാവിച്ചെന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. ഈ സമയം ചന്ദ്രമതി പറഞ്ഞു, ഇത്ര ആൾക്കാർ ഈ വീട്ടിലുണ്ടെങ്കിലും എന്നോട് സ്നേഹമുള്ള എൻ്റെ മോൾക്ക് മാത്രമുള്ളെന്ന് പറയാണ്. ഇത് കേട്ട ശ്രുതി പറഞ്ഞു, പിന്നെ എനിക്ക് എൻ്റെ അമ്മയല്ലേ വലുത്. എൻ്റെ അമ്മേനെ പോലെ ഒരു ആളെ ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ട് പോലും ഇല്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് തരേണ്ട കാര്യമുണ്ടോ? എനിക്ക് പെറ്റമ്മയില്ലാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ തരുന്നേ. ഇത് കേട്ടതും ചന്ദ്രമതി പറഞ്ഞു, നീ എൻ്റെ മരുമോളല്ല, നീ എൻ്റെ മോളെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ചേർത്ത് പിടിക്കുകയാണ് ശ്രുതിനെ. പിന്നീട് ശ്രുതി പറഞ്ഞു, അതെ അമ്മേ, ഞാൻ നന്നായിട്ട് ടയേർഡായിട്ടുണ്ട്. എനിക്ക് കുടിക്കാനോ? മോൾക്ക് ജ്യൂസാണോ കോഫിയാണോ വേണ്ടേ? 5000 രൂപ കൊടുത്തതിന്റെ സന്തോഷമാണ് ചന്ദ്രമതിയുടെ മുഖത്ത് പറയാം. ഇനിയിപ്പോൾ കുറെ ദിവസം തന്നെ ശ്രുതിനെ അങ്ങനെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് നടക്കും. 5000 രൂപ കൊടുത്തില്ലേ? പിന്നീട് അവിടെ നോക്കിയിട്ട് വിളിച്ചു, രേവതി ഇങ്ങോട്ട് വരാൻ പറയാണ്. രേവതി അങ്ങോട്ടേക്ക് വന്നു. അതെ, മോൾക്ക് ജ്യൂസാണോ കോഫിയാണോ എന്താ വേണ്ടെന്ന് വെച്ച് ഇട്ട് കൊടുക്കാൻ പറയാണ്. ശ്രുതിക്ക് സന്തോഷമായി. 5000 രൂപ പോയെങ്കിൽ എന്നാ ഇനിയിപ്പോൾ തൻ്റെ കാര്യങ്ങളൊക്കെ ഇനി നോക്കിക്കോളും. തന്നെ ഇവിടുത്തെ ഒരു വേലക്കാരിയായിട്ട് കണക്കൂട്ടില്ല. അല്ലെങ്കിൽ ഈ പൈസ കൊടുത്തില്ലായിരുന്നെങ്കിൽ തന്നെ കൊണ്ട് ഇവിടുത്തെ ജോലികളെല്ലാം മിക്കവാറും ജയിച്ചേനം. രേവതിയുടെ സ്ഥാനത്തേക്ക് താൻ വന്നേനം. അത് ചിന്തിക്കാൻ പോലും പറ്റുന്നതിനപ്പുറമായിരുന്നു. ആ സമയം അങ്ങോട്ടേക്ക് ശ്രുതി കയറി വരുവാണ്. ശ്രുതി കയറി നേരെ പോകുന്നത് മുറിയിലേക്കാണ്. ആ സമയം ചന്ദ്രമതി എപ്പോഴും നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് മുറിയില്ല. അപ്പോൾ ആ അലമാരി കിടക്കുന്നത്തേക്ക് പോയത്. കാരണം അലമാരിക്കകത്തോണ്ട് പണം വെക്കണം. അങ്ങനെ കൊണ്ട് പണം വെച്ചിട്ട് തിരിയുമ്പോഴത്തേനുമാണ് ശ്രുതി അങ്ങോട്ട് വരുന്നത്. എന്താ കാര്യം? നീ എന്താ നേരത്തെ വന്നേന്ന് ചോദിക്കുക. അമ്മ മഴയല്ലേ വരുന്നേ, പാർക്കിലാണെങ്കിൽ മഴ വിതപ്പിന് ഇരിക്കാനും പറ്റില്ല, പാർക്ക് അടയ്ക്കുന്ന പോലെ തോന്നി. ഓ, ഞാൻ കരുതി ഇന്നെങ്കിലും നിനക്കൊരു ജോലി കിട്ടുമെന്ന്. അപ്പൊ ഇനി ജോലി കിട്ടിയിട്ട് എനിക്ക് കണ്ണടയ്ക്കാന്നുള്ള വിചാരമൊന്നും ഇപ്പൊ എനിക്കില്ല. നിനക്ക് ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷ നശിച്ചു പോയെന്ന് പറയാം. അമ്മ അങ്ങനെയൊന്നും പറയല്ലമ്മേ. പിന്നെ എങ്ങനെ പറയണം? ഞാൻ ഒരക്ഷരം പോലും മിണ്ടിപ്പോയക്കളെന്ന് പറയണം. അമ്മേ, എനിക്ക് ഇത്തിരി പൈസ തരാമെന്ന് ചോദിക്കും. എന്തിന് അമ്മ? വണ്ടിക്കാശിന് പോലും ഇല്ല. ദേ മിണ്ടാതെ പൊക്കോ, കഴിഞ്ഞ ദിവസമല്ലേ നിനക്ക് പൈസ തന്നേന്ന് ചോദിക്കും. അമ്മേ, അതെനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേനും തീർന്നു പോയില്ല, എനിക്ക് പൈസ ഇല്ലാത്തോണ്ടാന്ന് പറയണം. ദേ പൈസ ഇല്ലെങ്കിൽ നീ പോകണ്ടാന്ന് പറയണം, വീട്ടിലെങ്ങനെ കയറി ഇരുന്നോളം പറയാം. ഇങ്ങനെ പറയില്ലമ്മേന്ന് പറയണം. എൻ്റെ കയ്യിൽ എവിടെ നടാ പൈസ എന്ന് ചോദിക്കും. ദേ ഇപ്പൊ ശ്രുതി കൊണ്ട് തന്നില്ലെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടത് ഒരു ഞെട്ടലോടെ ചന്ദ്രമതി ശ്രുതിയെ നോക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ. അപ്പൊ എല്ലാ ദിവസവും വൈകുന്നേരത്തെ പ്രമോ വിശേഷം ഇടുന്നില്ല, അതിന് പകരമാണ് നാളത്തെ കഥ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു.